ഹലോ ഫ്രണ്ട്സ്, മെഡിക്കൽ ജർമ്മന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന കുറച്ച് ഫ്രേസസ് ആണ്. അതിന്റെ മീനിങ്ങും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യത്തെയാണ് ഇഹ് ഹാബെ ഫീവർ. ഓൾറെഡി ജർമ്മൻ പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഈ ഹാബെ ഫീവർ എന്ന വാക്കിന്റെ മീനിങ് ഐ ഹാവ് ഫീവർ, എനിക്ക് പനി ഉണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു വാചകം ഈ ഹാബെ കോപ്പ് ഷ്മാറ്റ്സൺ. കോപ്പ് എന്ന് പറഞ്ഞാല് ഹെഡ് എന്നാണ്, ഷ്മാറ്റ്സ് എന്ന് പറഞ്ഞാൽ പെയിൻ. അപ്പൊ അതിന്റെ മീനിങ് കോപ്പ് ഷ്മാറ്റ്സിന്റെ മീനിങ് ഹെഡ് ഏക്ക് എന്നാണ്. അപ്പൊ ഈ ഹാബെ കോപ്പ് ഷ്മാറ്റ്സ് എന്ന് പറഞ്ഞാല് ഐ ഹാവ് ഹെഡ് ഏക്ക്. അടുത്തത് എനിക്ക് മെഡിസിൻ വേണം അല്ലെങ്കിൽ ഐ നീഡ് മെഡിക്കമെന്റ്. എങ്ങനെ പറയും? ഇഹ് ബ്രൗഹെ ഐൻ മെഡിക്കമെന്റ്. ബ്രൗഹൻ എന്ന വെർബ് നമ്മൾ ഓൾറെഡി മുന്നത്തെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം. ബ്രൗഹൻ എന്ന വെർബിന്റെ മീനിങ് വരുന്നത് നീഡ് എന്നാണ്. അപ്പൊ ഇഹ് ബ്രൗഹെ ഐൻ മെഡിക്കമെന്റ് എന്ന് പറഞ്ഞാല് ഐ നീഡ് എ മെഡിസിൻ. നമ്മളിപ്പോ പറഞ്ഞു ഐ നീഡ് മെഡിക്കേഷൻ, അതായത് ഇഹ് ബ്രൗഹെ മെഡിക്കമെന്റ് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ട്രീറ്റ്മെന്റ് വേണം എന്ന് എങ്ങനെ പറയും? വേണം അല്ലെങ്കിൽ ഐ നീഡ് എന്നുള്ളതാണ് ഇഹ് ബ്രൗഹെ. ട്രീറ്റ്മെന്റിന്റെ വാക്കാണ് ബെഹാൻഡ്ലുങ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു, നമ്മൾ ബെഹാൻഡ്ലുങ് ഓൾറെഡി പഠിച്ച ഒരു വാക്കാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ട്രീറ്റ്മെന്റ് വേണം, ഐ നീഡ് ട്രീറ്റ്മെന്റ് എന്നതാണ് ഇഹ് ബ്രൗഹെ ബെഹാൻഡ്ലുങ്. ഇനി എനിക്ക് വേദനയുണ്ട്, ഐ ഹാവ് പെയിൻ. എങ്ങനെ നമ്മൾ പറയും? എനിക്ക് ഉണ്ട് എന്ന് പറയുന്നതാണ് ഈ ഹാബെ. വേദന, പെയിൻ എന്നുള്ളതിന്റെ ജർമ്മൻ വാക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഷ്മാറ്റ്സൺ. അപ്പോൾ ഈ ഹാബെ ഷ്മാറ്റ്സൺ. അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് ഓഫ് നാമെ. നോട്ട് ഓഫ് നാമെ എന്ന് പറഞ്ഞാൽ കാഷ്വാലിറ്റി എന്നാണ് മീനിങ് വരുന്നത്. കാഷ്വാലിറ്റി എവിടെയാണ് എന്നെങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? എവിടെ എന്ന ജർമ്മൻ വാക്ക് വോ എന്നാണ്. വോ ഈസ്റ്റ് ദി നോട്ട് ഓഫ് നാമെ. നോട്ട് ഓഫ് നാമയുടെ ആർട്ടിക്കൽ ദി എന്നാണ്, അതുകൊണ്ടാണ് ദി നോട്ട് ഓഫ് നാമെ വന്നത്. വോ ഈസ്റ്റ് ദി നോട്ട് ഓഫ് നാമെ. ഐ നീഡ് എ ഡോക്ടർ. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഐ നീഡ് നമ്മൾ ഓൾറെഡി കണ്ടു. ഐ എന്ന് പറയുന്നത് ഇഹ് ആണ്, നീഡ് എന്ന് പറയുന്നത് ബ്രൗഹൻ. അപ്പൊ ഇഹ് ആദ്യം വരുന്നത് കാരണം നമ്മൾ പറയുന്നത് ഇഹ് ബ്രൗഹെ എന്നാണ്. ഒരു ഡോക്ടർ, ഐനൻ ആസ്റ്റ്. ബ്രൗഹൻ എന്ന് പറയുന്നത് ഒരു അക്യൂസാറ്റീവ് വെർബ് ആയതുകൊണ്ടാണ് ആസ്റ്റിന് മുന്നേ നമ്മൾ ഐനൻ വെച്ചത്. ദെയിൻ ആസ്റ്റ് ആണ് അക്യൂസാറ്റീവില്, അതുകൊണ്ടാണ് ഇവിടെ ഐനൻ ആസ്റ്റ് വന്നത്. ഈ നോമിനേറ്റീവ്, അക്യൂസാറ്റീവ്, ഡാറ്റീവ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. ഇനി അടുത്തതും ഒരു ക്വസ്റ്റ്യൻ ആണ് können Sie mir helfen. മീനിങ് താങ്കൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇത് പേഷ്യൻസും ചോദിക്കാം, അതുപോലെ തന്നെ സ്റ്റാഫ്മാരായ നമുക്കും മറ്റ് സ്റ്റാഫ്മാരോട് ഇടയ്ക്ക് ചോദിക്കേണ്ട വരുന്ന ഒരു കാര്യമാണ് എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. അതിന് നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നത് können Sie mir helfen. ഈ ഹെൽഫൻ എന്നുള്ള വെർബ് ഡാറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ മിയർ എന്ന് വന്നത്. ഞാൻ ജർമ്മനിയിൽ വന്ന് ഡ്യൂട്ടിക്ക് കയറി ആദ്യത്തെ കുറെ നാളുകളിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഇഹ് ഫെർസ്റ്റെയെ നിഷ്റ്റ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ ഇഹ് ഫെർസ്റ്റെയെ ലൈഡർ നിഷ്റ്റ് അല്ലെങ്കിൽ ലൈഡർ ഇഹ് ഫെർസ്റ്റെയെ ദസ് നിഷ്റ്റ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് മനസ്സിലായില്ല. ഇനി അടുത്തതായിട്ട് എനിക്ക് അലർജി ഉണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഉണ്ട് എന്നുള്ള വാക്കല്ല വെർബാണ് ഹാബൻ. ഇഹ് മുന്നിൽ വെക്കുന്ന കാരണം ഈ ഹാബെ ഐനെ അലർഗി. അലർഗി എന്നുള്ള വാക്കിന്റെ ആർട്ടിക്കൽ ദി എന്നാണ്, അതുകൊണ്ടാണ് ദി അലർഗി വന്നത്. ഈ ഹാബെ ഐനെ അലർഗി. ഇനി ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പേഷ്യന്റ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുന്നത്? ഇഹ് ബിൻ ഷ്വാങ്ങർ. ഷ്വാങ്ങർ എന്നാണ് പ്രഗ്നന്റ് എന്നുള്ള വാക്കിന്റെ മീനിങ്. എന്ന വാക്ക് അതിന് പറയുന്നതാണ് ഇഹ് ബിൻ ഷ്വാങ്ങർ. ഇനി അടുത്തത് എനിക്ക് ഇൻസുലിൻ വേണം, ഐ നീഡ് ഇൻസുലിൻ. എങ്ങനെ പറയും? ഐ നീഡ് നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞു. ഐ എന്ന് പറഞ്ഞാൽ ഇഹ് എന്നാണ്, നീഡ് ബ്രൗഹൻ. അപ്പൊ ഇഹ് ആയതുകൊണ്ട് ഇഹ് ബ്രൗഹെ
പിന്നെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് അത് ലാസ്റ്റ് വെക്കാം. ഇവിടെ ഇൻസുലിൻ ആയതുകൊണ്ട് ഇഹ് ബ്രൗഹെ ഇൻസുലിൻ, ഐ നീഡ് ഇൻസുലിൻ. ഇനിയിപ്പോൾ ഒരു പേഷ്യൻ്റ് പറയാണ് എനിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, എങ്ങനെയായിരിക്കും പറയുന്നത്? ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഹാബൻ. അപ്പൊ ഈ ഹാബെ ബ്ലൂട്ട് ഹോഹ് ഡ്രൂക്ക്, ബ്ലഡ് പ്രഷറിനെ പറയുന്നതാണ് ബ്ലൂട്ട് ഹോഹ് ഡ്രൂക്ക്. അപ്പൊ ഈ ഹാബെ ബ്ലൂട്ട് ഹോഹ് ഡ്രൂക്ക്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയണം എനിക്കൊരു റിസപ്റ്റ് വേണം അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ വേണം. എങ്ങനെ പറയും? പ്രിസ്ക്രിപ്ഷന്റെ ജർമ്മൻ വാക്കാണ് റിസപ്റ്റ്. എനിക്ക് വേണം, ബ്രൗഹനാണ് ഇവിടെ വെർബ് വരുന്നത്. Ich brauche ein Rezept. Ich brauche ein Rezept. ഇനി അടുത്തതായിട്ട് താങ്കൾക്ക് എനിക്ക് വേണ്ടി ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാമോ? എങ്ങനെ ചോദിക്കാം? Können Sie mir bitte ein Medikament verschreiben? Verschreiben ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ വെർബ്. ഇവിടെ നമ്മൾ 2 വെർബ് യൂസ് ചെയ്തു, ക്യൊന്നനും ഫെർഷ്രൈബനും. ഇതിന് കാരണം ക്യൊന്നൻ ഒരു മൊഡാൽ വെർബാണ്, അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരു വെർബും കൂടി വന്നത്. അടുത്തതായിട്ട് എനിക്ക് ഒരു റെഫറൽ വേണം, എങ്ങനെ പറയും? എനിക്ക് വേണം, ഐ നീഡ്. ഇഹ് ബ്രൗഹെ eine Überweisung. Überweisung എന്ന് പറയുന്ന നൗണിന് ആർട്ടിക്കിൾ വരുന്നത് ദി ആണ്, അതുകൊണ്ടാണ് ഇഹ് ബ്രൗഹെ eine Überweisung. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലത്തെ കോമൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫ്രേസസ് ഇനിയും വേണമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സീ യു നെക്സ്റ്റ് ടൈം.